കോടതി ഇന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് BJPയുടെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ വിമർശിച്ചത്. രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യാനുള്ള BJP നീക്കത്തിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടിയേറ്റിരുന്നു. സുപ്രീം കോടതി ഇന്ന് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് BJP വരണാധികാരിയെ ഉപയോഗിച്ച് വോട്ടുകൾ അസാധുവാക്കിയാണ് വിജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡ് പറഞ്ഞത് നടന്ന കാര്യങ്ങൾ ജനാധിപത്യത്തെ പരിഹസിക്കുന്നതും കശാപ്പ് ചെയ്യുന്നതുമാണ് എന്നാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ സുപ്രീം കോടതി അനുവദിക്കില്ല എന്നാണ്. ഭരണാധികാരി ഈ ബാലറ്റ് പേപ്പർ വികൃതമാക്കി വോട്ട് അസാധുവാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രചരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം സുപ്രീം കോടതി പറഞ്ഞത് നടന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഭരണാധികാരിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകുമെന്നാണ്. നടക്കാനിരിക്കുന്ന കോർപ്പറേഷന്റെ യോഗം കോടതി മാറ്റിവെക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. എതിർ കക്ഷികൾക്കെല്ലാം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് ഈ അടുത്ത് BJPക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. ഈ കഴിഞ്ഞ ജനുവരി 30 ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഇന്ത്യ സഖ്യമെന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ച് കൈകോർത്ത ആദ്യ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 13 അംഗങ്ങളും കോൺഗ്രസിന് 7 അംഗങ്ങളുമുണ്ട്. അതായത് ഇന്ത്യ സഖ്യത്തിന് മൊത്തത്തിൽ ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏകദേശം 20 അംഗങ്ങളാണുള്ളത്. പക്ഷേ BJPക്കാകട്ടെ വെറും 15 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഒരു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം കൂടിയുണ്ട്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 15 അംഗങ്ങളുള്ള BJP 16 വോട്ട് നേടി വിജയിക്കുകയും 20 അംഗങ്ങളുള്ള ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചതാകട്ടെ വെറും 12 വോട്ടുകൾ. 8 നിർണായക പ്രതിപക്ഷ വോട്ടുകളാണ് ഭരണാധികാരി അസാധുവാക്കിയത്. ഭരണാധികാരി ഈ ബാലറ്റ് പേപ്പറിനെ വികൃതമാക്കി വോട്ട് അസാധുവാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് തന്നെ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ട ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്ര രൂക്ഷമായൊരു വിമർശനം, അതായത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പോലും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം BJPയുടെ മറ്റൊരു അട്ടിമറി നീക്കത്തിനും ഇന്ന് കനത്ത തിരിച്ചടിയേറ്റിരുന്നു. അത് ജാർഖണ്ഡിലായിരുന്നു. ജാർഖണ്ഡിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ED കേസിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയുടെ മാറ്റമുണ്ടാവുന്നത്. അവിടെ മുതിർന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ചെമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഏറ്റു. അതിനുശേഷം വിശ്വാസ വോട്ടെടുപ്പിലൂടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഘട്ടമെത്തിയപ്പോൾ BJP വലിയ രീതിയിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ MLA-മാരെ അടർത്തിയെടുക്കാനുള്ള ശ്രമം, കുതിരക്കച്ചവടത്തിലൂടെ വിലക്കെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. തുടർന്ന് MLA-മാരെ ഹൈദരാബാദിലെ ഒരു റിസോർട്ടിലാണ് താമസിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ അവരെ റാഞ്ചിയിലെത്തിച്ച് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ 41 അംഗങ്ങളുടെ പിന്തുണ വേണ്ടിയിരുന്നയിടത്ത് 47 പേരുടെയും പിന്തുണ നേടാൻ ജാർഖണ്ഡിലെ ചെമ്പൈ സോറൻ സർക്കാരിന് സാധിച്ചു എന്നത് BJPക്ക് ഒരു കനത്ത തിരിച്ചടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ അട്ടിമറി നീക്കങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല. നമ്മളിത് 2014 BJP അധികാരത്തിൽ വരുന്നത് മുതൽ കാണുന്നതാണ്. ഗോവയിൽ അത് സംഭവിച്ചു, അരുണാചൽ പ്രദേശിൽ അത് സംഭവിച്ചു, ഉത്തരാഖണ്ഡിൽ സംഭവിച്ചു. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് കർണാടകയിലെ 2019 അട്ടിമറിയായിരുന്നു. അന്ന് ആ കുതിരക്കച്ചവടത്തിൽ താഴെ വീണത് കോൺഗ്രസിൻ്റെയും JDS-ൻ്റെയും സഖ്യ സർക്കാരായിരുന്നു. അന്ന് BJP ചെയ്തത് കോൺഗ്രസിലെയും JDS-ലെയും MLA-മാരെ വിലക്കെടുത്ത് ആ സർക്കാരിനെ താഴെയിടുകയായിരുന്നു. എന്നാൽ ആ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനും കൈയടിക്കാൻ കേരളത്തിൽ ചിലരുണ്ടായിരുന്നു. മാതൃഭൂമി പത്രം ചാണക്യതന്ത്രമെന്നായിരുന്നു അതിന് തലക്കെട്ടെഴുതിയത്. എന്തായാലും BJPക്ക് അവരുടെ വലിയ നീക്കങ്ങൾക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പരാമർശങ്ങളും ജാർഖണ്ഡിലെ വിശ്വാസ വോട്ടെടുപ്പിലെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ വിജയവും. അവർ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ BJP നടത്തുന്ന നീക്കങ്ങൾക്ക് ജനാധിപത്യ ഇന്ത്യ പ്രതിരോധം തീർക്കുമെന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ സംഭവങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും സുപ്രീം കോടതി ഇന്ന്
ശക്തമായ ഭാഷയിൽ തന്നെയാണ് ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ വിമർശിച്ചത്.